കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ 300 രൂപ വില പറഞ്ഞിട്ട് വില പേശി 150 രൂപയ്ക്ക് മേടിച്ച മീൻ ആ മീനാണ് ഈ പാമ്പ് മീൻ. ഇതിന് തല കോക്കാച്ചിനെ പോലെ തോന്നിയുണ്ട്, അത് ഞാൻ വെട്ടി പൂച്ചയ്ക്ക് കൊടുത്തുട്ടാ. മുരലിന് എന്തോ ആണ് ഇതിന്റെ പേര് ആ ചീച്ചി പറഞ്ഞിട്ടുണ്ടായേ. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഇത് നന്നാക്കി എടുക്കാനായിട്ട് കുറച്ചധികം ഞാൻ കഷ്ടപ്പെടേണ്ടി വരുന്നാട്ടാ. പക്ഷെ വിചാരിച്ച പോലെ എല്ലാം സിമ്പിൾ ആയിട്ട് നന്നാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായേ. ഗ്യാസിന്റെ കാര്യത്തില് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. പുതിയ കുറ്റി ഇനി എപ്പ വരുവോ എന്തോ. അടുപ്പിൽ വെക്കാൻ ഇവിടെ അടുപ്പുണ്ട്, പക്ഷെ അടുപ്പിൽ വെക്കാൻ വിറകില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരൂല. കാരണം എന്താണെന്നറിയാമോ, എന്റെ കയ്യിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. നമുക്ക് ഇനി എല്ലാതും അതില് വെക്കാം. അതെ, ഈ സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാട്ടാ, ഇല്ലെങ്കിൽ വായു ഭക്ഷിച്ചിരിക്കേണ്ടി വന്നേനെ. എന്നത്തെ പോലെ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് മീൻകറി വെച്ചിട്ടുണ്ടായത്. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാ പാത്രം ഇരിക്കില്ല, അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എനിക്ക്. അങ്ങനെ മീൻകറിയും മീൻ വറുത്തതും പൊട്ടറ്റോ ഫ്രൈസും പിന്നെ ഒരു മാങ്ങ ചമ്മന്തിയും കൂട്ടിട്ട് ഇന്നത്തെ ഉച്ചക്കലത്ത് ഊണ് അങ്ങോട്ട് കുശാലാക്കിട്ടാ. അപ്പോഴേ കുറെ നാളായില്ലേ ഗീവ് അവേ തന്നിട്ട്, ഒരു ഗീവ് അവേ ആയാലോ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു കുർത്തി ടോപ്പാണ് വെക്കുന്നത്, പിന്നെ ഒരു നെക്ക് ചെയിനും നല്ലൊരു ഇയറിംഗ്സും കൂടി വെക്കുന്നുണ്ട്. ടീട്രിയുടെ ഒരു ഷീറ്റ് മാസ്കും അതുപോലെ തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു പേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നെയിൽ പോളിഷും കുഞ്ഞൊരു ക്ലിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഗീവ് അവേ ഉള്ളത്. അപ്പൊ വേഗം കമന്റ് ഇട്ട് തുടങ്ങിക്കോ. വിഷുവിന്റെ മുന്നേ 13-ാം തീയതി വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. രാത്രി ആയപ്പോ കണ്ണന്റെ അവിടേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഇന്ന് അവൻ അബുദാബിക്ക് പോവാ, അതിന്റെ പരിപാടികളാട്ടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിനിയമാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കറക്റ്റ് ആയിട്ട് എനിക്ക് പരിചയപ്പെടുത്തി തന്നോണ്ടിരിക്കുവാണ്. അവന് കൊണ്ടുപോകാൻ വെച്ചതാണോ എന്താണോന്ന് എനിക്കറിയില്ല. കണ്ണന്റെ അമ്മ എനിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ, പിന്നെ അതും കുറച്ചിരിക്കാറുണ്ടോ ഞാൻ. അവനെ എയർപോർട്ടിലാക്കാനായിട്ട് വിനും കൂടി പോകുന്നുണ്ടായിരുന്നു. അബുദാബി ചെന്നിട്ട്